യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നാം ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ ഒരു ക്രിസ്ത്യാനിയാക്കുന്ന ഏറ്റവും ആധികാരികമായ കൂദാശയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മാമോദീസ എന്ന് പറയുന്ന കൂദാശ ഒരു ക്രൈസ്തവരായി ജനിച്ച് ജീവിച്ച് വളർന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെ ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസത്തിന് ശേഷവും പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസത്തിന് ശേഷവും മോശയുടെ നിയമപ്രകാരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വന്നതിന് ശേഷം ദേവാലയത്തിൽ ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. വീണ്ടും ഈ കുഞ്ഞ് അന്നു മുതൽ തന്റെ ദൈവിക വിശ്വാസം പരിശുദ്ധ സഭയുടെ മുമ്പാകെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ രാജ്യത്തിലെ രാജാവായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട കൂദാശയാണ് മാമോദീസ. ഈ മാമോദീസയിലൂടെ നാം പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോവുകയും കർമ്മപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഞാൻ ചിന്തിച്ചത് ഇപ്രകാരമാണ്: സഭാമാതാവിന്റെ ഉദരം മാമോദീസ തൊട്ടി, കർത്താവിന്റെ കബറിടം മാമോദീസ തൊട്ടി. ആ മാമോദീസ തൊട്ടിയിൽ മാമോദീസ മുങ്ങുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അതിനുവേണ്ടി വിശ്വാസം ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുഞ്ഞിന് കിട്ടുന്നത്, അഥവാ ഒരു ക്രിസ്ത്യാനിക്ക് മാമോദീസ തൊട്ടിയിലൂടെ കിട്ടുന്നത് ഏതു വലിയൊരു കൃപയാണ്. പലരും പറയും പുത്രസ്വീകാര്യമാണ്. എന്നാൽ മാമോദീസ തൊട്ടിയിൽ ലഭിക്കുന്നത് രാജത്വ കൃപയാണ്. 4-5 സ്റ്റെപ്പുകളായി നടക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ദൈവവചന വിശുദ്ധീകരണം, ഇതിനെല്ലാം ശേഷം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ കൂടാരമായ പരിശുദ്ധ മൂറോനാൽ ഈ വ്യക്തി മുദ്രകുത്തപ്പെടുന്നു, പൊതിയപ്പെടുന്നു. സംഭവിക്കുന്നത്, ഇതിനെല്ലാം ശേഷം അവന്റെ തലയിൽ ഒരു കിരീടം വെക്കുന്നു. കിരീടം വെച്ച് അവനെ സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് മാമോദീസ മുങ്ങുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അവനെ മാമോദീസയ്ക്ക് ഒരുക്കിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് പലർക്കും ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥവ്യാപ്തിയോ വിലയോ ഒന്നും അറിയത്തില്ല. വളരെ യാന്ത്രികമായി ഇവർ കടന്നു വരുമ്പോൾ പോലും വ്യക്തിഗത ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം അവർ നടത്തുന്നില്ല. പ്രത്യേകിച്ച് സഭയുടെ കാനോൻ പറയുന്നത്, മാമോദീസയ്ക്ക് തലതൊടാൻ വേണ്ടി ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, ഒരു കുഞ്ഞിനെ തലതൊടാൻ വേണ്ടി കടന്നു വരുമ്പോൾ, ആ വ്യക്തി നല്ല കുമ്പസാരം നടത്തി ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു വിശുദ്ധനായ ശേഷം വേണം മാമോദീസ തൊട്ടിയിൽ ഈ മാമോദീസയ്ക്ക് കുഞ്ഞിനെ തലതൊടാൻ വേണ്ടി വരേണ്ടത്. എന്നാൽ സംഭവിക്കുന്നത്, ഇന്ന് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റുപറയുമെങ്കിലും കേവലം മണിക്കൂറുകൾക്ക് ശേഷം അവിടെ യേശു അവിടെ നിന്ന് സ്ഥലം വിടുകയും, എന്നാൽ അതേ സ്ഥാനത്ത് പിശാച് കയറിയിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. മാമോദീസ കഴിഞ്ഞ് പുരോഹിതൻ അവസാനം മാമോദീസയ്ക്ക് തലതൊട്ട അപ്പനോടും അമ്മയോടും തന്റെ ബന്ധുക്കളോടെല്ലാമായിട്ടും പുരോഹിതൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ്: ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൂടാരമായ പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതുകൊണ്ട് 3 ദിവസത്തേക്ക് കുളിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. കുളിപ്പിച്ചാൽ ആരും ചവിട്ടാത്തിടത്ത് വെള്ളമൊഴിക്കണം. വീണ്ടും പറയും, 3 ദിവസത്തേക്ക് വേദവിപരീതികളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുക്കരുത് എന്ന്. എന്നാൽ ഞാനിങ്ങനെ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു മാമോദീസയ്ക്ക് ശേഷം, ഈ മാമോദീസ നടന്ന വീട്ടിൽ ഞാനൊരു 4-5 മണിക്കൂറിന് ശേഷം കടന്നു പോകാൻ ഇടയായപ്പോൾ കണ്ട കാഴ്ച, അതിരാവിലെ വേദവിപരീതികളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ ശരിക്കും അവിടെ ഇരുന്ന് മദ്യപിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ സത്യത്തിൽ ഈ കാഴ്ച കണ്ട് ഒത്തിരി ദയനീയത തോന്നി. ആ ദയനീയതയുടെ മധ്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വലിയ തിരിച്ചറിവാണ് ഞാൻ ഇന്ന് ആഴത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. രാജ്യത്വ കൃപയിലേക്ക് ഉയർത്തപ്പെട്ട് രാജാവായി തീർന്ന വ്യക്തി തന്റെ രാജ്യത്വ കൃപ മുഴുവൻ
സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ രാജ്യത്വകൃപ മുഴുവൻ സ്വീകരിച്ച് രാജാവായിരിക്കുന്നവനെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട്, അഥവാ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട്, അഥവാ ഒരു കട്ടിലിൽ കിടത്തിയിട്ട്, അഥവാ ഒരു സ്ഥലത്തിരുത്തിയിട്ട്, ഒരു വ്യക്തിയുടെ മടിയിൽ കൊടുത്തിട്ട് അവന്റെ മുമ്പിലിരുന്ന് മദ്യപാനവും മറ്റു കൂട്ടുകെട്ടുകളെല്ലാം നടത്തുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ രാജ്യത്വ കൃപ സ്വയമേ ഇല്ലായ്മ ചെയ്തു പോവുകയാണ്. ഞാനിന്ന് ചിന്തിക്കാറുണ്ട്, ക്രൈസ്തവന്റെ കുഞ്ഞ് എന്തുകൊണ്ട് ജീവിതത്തിൽ നിർവീര്യനായിത്തീരുന്നു? വലിയ കുദാശകളെല്ലാം സ്വീകരിച്ചിട്ട് അവന് വലിയ ദൈവിക നൽവരങ്ങളൊക്കെ പുരോഹിതൻ വാഗ്ദാനം ചെയ്തിട്ടും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്തേ ദൈവകൃപയിൽ ഉയരാത്തത്? സംഭവിക്കുന്നത് അവന്റെ രാജ്യത്വം ലഭിക്കുന്ന അന്ന് തന്നെ വിശുദ്ധിയില്ലാത്ത മാതാപിതാക്കളും തലതൊട്ടപ്പനും അമ്മയും ചേർന്ന് നശിപ്പിക്കുന്നു. ശരിക്കും സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥ, അവന് ലഭിച്ച പിതാക്കന്മാർ ജീവൻ കൊടുത്ത് മേടിച്ച കൂദാശയുടെ ആഴങ്ങളോ മർമ്മങ്ങളോ ഇവൻ അറിയത്തില്ല. സംഭവിക്കുന്നത് രാജ്യത്വ കൃപ നഷ്ടപ്പെട്ടവന്റെ പ്രത്യേകത. ഒരു രാജാവിന്റെ കിരീടം നഷ്ടപ്പെട്ടാൽ പ്രത്യേകത അവൻ അലയുക, ലോകം മുഴുവൻ അലഞ്ഞു നടക്കുക, കാണുന്നവനെല്ലാം അവനെ ഉപദ്രവിക്കും. ക്രിസ്ത്യാനിയോട് ദൈവം പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-11 വചനത്തിൽ, പാപത്തെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചവരായിരിക്കണം, ക്രിസ്തുവിന്റെ കബറിടത്തിൽ സംസ്കരിക്കപ്പെട്ട നിങ്ങൾക്ക് ഒരു വീണ്ടും ജനനമുണ്ട്, നിങ്ങളൊരു പുതിയ കൃപയുടെ ലോകത്തെത്തിയെന്ന് പലപ്പോഴും പറയുമെങ്കിലും ഇന്ന് കൃപയുടെ 7 അയലക്കത്ത് പോലും ഒരു മനുഷ്യന് എത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, ഒരു കുഞ്ഞിന്റെ തല തൊടുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, ഒരു കുഞ്ഞിന് മാമോദീസായ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ജോഷുവയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 1-9 വരെയുള്ള വചനത്തിൽ ജോഷുവയോട് ദൈവം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ 3-ാമത്തെ വചനത്തിൽ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, ഇസ്രായേൽ 30 ദിവസം മോവാബ് താഴ്വരയിൽ മോശയോർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പ്രത്യേകത, ഒരു കൈവപ്പോടുകൂടി തന്നെ ദൈവിക ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവൻ പൂരിതരായി. 10 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ സമൂഹത്തെ വളരെ എളുപ്പത്തിൽ നയിക്കാൻ അവന് സാധിച്ചു. സത്യത്തിൽ ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം തരുന്നത് ഇങ്ങനത്തെ ആഴമേറിയ ദൈവകൃപയുടെ കിരീടങ്ങളാണ്. പക്ഷെ സംഭവിക്കുന്നത്, ഈ കിരീടങ്ങൾ സ്വന്തമാക്കാൻ, ഈ കിരീടങ്ങൾ കാത്തുപാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു തലതൊട്ടപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരു തലതൊട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്താൻ എനിക്ക് സാധിച്ചാൽ മാത്രമേ ഞാൻ ഇതിന് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇന്ന് ഞാൻ ഓർക്കുക, ഓരോ വഴികളിലും പോകുമ്പോൾ കുഞ്ഞുങ്ങൾ തളർന്നു വീഴുന്നു, നൂറുകണക്കിന് പാപബന്ധങ്ങളിൽ പെടുന്നു, സഭ വിട്ടുപോകുന്നു, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് മാമോദീസായിൽ ലഭിച്ച ചൈതന്യം, മാമോദീസായിൽ ലഭിച്ച കൃപ സെക്കൻഡുകൾക്കുള്ളിൽ ഇവരിൽ നിന്ന് തട്ടപ്പെട്ടതാ, തകർത്തു കളഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഒരു കുഞ്ഞിനു വേണ്ടി കുഞ്ഞിന്റെ ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ആദ്യം മാതാപിതാക്കൾ എന്ന നിലയിൽ നാം പശ്ചാത്തപിക്കേണ്ടത്, എന്റെ കുഞ്ഞിന്റെ രാജ്യത്വ കൃപ ലഭിച്ച ദിവസം ഞാൻ നഷ്ടപ്പെടുത്തിയോ? ആ സ്ഥലം തൊട്ട് പശ്ചാത്തപിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഓർക്ക് ആവർത്തനം 28-ൽ 1-15 വചനത്തിൽ, നിയമാവർത്തന പുസ്തകത്തില് 28-ാം അധ്യായം 1-15 വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ഓർക്കണം, ഏലിയായെക്കുറിച്ച് ദൈവം പറയുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഗതിയുണ്ട്. ഏലിയ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനായിരുന്നു.
അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ ഭൂമിയിൽ 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. അഭിഷേകം കിട്ടിയവരുടെ പ്രത്യേകത, അവർ അഭിഷേകത്തിൽ നിലനിന്നിടത്തോളം കാലം അവരെ ഈ ഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാൻ സാധിച്ചില്ല. ദാവീദിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നത് 1 സാമുവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് അവൻ കുഴലിലെ തൈലം കൊണ്ട് പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ആ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവന്റെ പ്രത്യേകത, അവന്റെ കൃപയിൽ ആ അഭിഷേകത്തിൽ നിലനിന്നിടത്തോളം കാലം, അഥവാ അവന്റെ രാജ്യത്വ കൃപയിൽ നിലനിന്നിടത്തോളം കാലം അവനെ ഉപദ്രവിക്കാൻ പോലും ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നൊരു തകർച്ച വരുന്നുണ്ടെങ്കിൽ, ഇന്നൊരു വീഴ്ച വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, പരിശുദ്ധാത്മാവിന് വിരോധമായി നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും വീഴ്ചകളും കൊണ്ടാണ്. പ്രത്യേകിച്ച് മൂറോനാൽ പൊതിയപ്പെട്ട നാം പരിശുദ്ധാത്മാവിന്റെ കൂടാരമായി മാറേണ്ടി വരാം. സത്യത്തിൽ പത്രോസിനെ കുറിച്ചൊക്കെ പറയുന്നത്, പത്രോസ് നടന്നു പോയ വഴിയിൽ അവന്റെ നിഴലടിച്ച് രോഗികൾ സുഖപ്പെട്ടു എന്നാ പറയുന്നത്. അവൻ ഒരു മുടന്തന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, പൊന്നോ വെള്ളിയോ എന്റെ കയ്യിലില്ല, ഉള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് മറ്റൊരു മനുഷ്യനായി മാറി. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇന്ന് പത്രോസ് ഉയർന്നതുപോലെ ഉയരാൻ നമുക്ക് സാധിക്കും ഈ മാമോദീസ എന്ന് പറയുന്ന ഒരു കൃപയിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാക്കന്മാർ ക്രമീകരിച്ച പുത്രസ്വീകാര രാജ്യത്തെ കൃപയുടെ, ഇതുകൊണ്ട് 1 പത്രോസ് 2-ാം അധ്യായം 8-9 പറയാം, എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അതുകൊണ്ട് ഓ ക്രിസ്ത്യാനി, നിന്റെ രാജ്യത്തെ കൃപ നഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് നീ തുടങ്ങണം. ഓർക്കുക, ഇനിയുള്ള നിന്റെ തലമുറയ്ക്ക് രാജ്യത്തെ കൃപ ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നീ കാത്തു സൂക്ഷിക്കണം. 2 കൊരിന്ത്യൻസ് 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പരമമായ ശക്തി ദൈവത്തിന്റേതാണെന്ന് തിരിച്ചറിയാൻ ഈ നിധി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മൺപാത്രത്തിലാണ്. സത്യത്തിൽ മൺപാത്രത്തിൽ ദൈവത്തിന്റെ കൃപകൾ ഈ ഭൂമിയിൽ നൽകാൻ ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ച് മൺപാത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൺപാത്രത്തിന്റെ ഒരു പ്രത്യേകത, മൺപാത്രം മാത്രം നിലത്ത് വീണ് ഉടഞ്ഞാൽ സംഭവിക്കുന്നത് വേറൊരാൾക്ക് പിന്നീടത് കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തില്ല. ഒരു അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ ഒരു പിച്ചള പാത്രമോ ആണെങ്കിൽ വീണ്ടും അത് വാർത്തെടുക്കാം. എന്നാൽ ഒരു മൺപാത്രത്തിന്റെ പ്രത്യേകത, അത് താഴെ വീണാൽ സംഭവിക്കുന്നത് ഉടഞ്ഞ് തവിട്ടുപൊടിയായി പോകും. നമ്മളൊക്കെ ഒത്തിരിയിടത്ത് അലയുക, ദൈവമേ എനിക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ എങ്ങനെ ഇങ്ങനെ തകർന്നു. ഓർക്കുക, ലഭിച്ച രാജ്യത്തെ കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, മൃഗത്തെ പോലെ നെബൂഖദ്നേസർ അലഞ്ഞതുപോലെ നമ്മളൊക്കെ അലഞ്ഞു തിരിയുകയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആദ്യം തിരിച്ചറിയേണ്ടത് തന്റെ കൗദാശിക ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു പോയിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. ഇന്നൊരു കുഞ്ഞിനു വേണ്ടി ഒരപ്പനമ്മ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥിച്ചാൽ സാമുവേലിനെ പോലുള്ള കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജന്മം കൊള്ളും. ജന്മം കൊണ്ടാൽ തന്നെ നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞും പ്രവചിക്കാനുള്ള അഭിഷേകം സാമുവേലിന് ലഭിച്ചു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരു നിസ്സാര കാര്യത്തിന് പോലും ശക്തിയില്ലാത്തതിന്റെ പിന്നിൽ അവരുടെ നഷ്ടപ്പെട്ട രാജ്യത്തെ കൃപയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആഴത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഞാൻ ഓർക്കുക, ഓരോ കൂദാശകളിലേക്കും, പ്രത്യേകിച്ച് ഈ മാമോദീസയുടെ സമയത്ത് നടത്തുന്ന ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് കൂദാശക്രമം എടുത്താൽ അതിൽ 9 ബഹിഷ്കരണ പ്രാർത്ഥനയുണ്ട്. ആ ബഹിഷ്കരണ പ്രാർത്ഥനയുടെ പ്രത്യേകത തന്നെ സമൂലം പൈശാചിക ശക്തിയെ ആ കുഞ്ഞിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുക. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാമോദീസ തൊട്ടിയിൽ കൊച്ചിനെ മാമോദീസയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിലും വീണ്ടും ഒരു ബഹിഷ്കരണ പ്രാർത്ഥന നടന്നു, ഒരു ബന്ധന പ്രാർത്ഥന നടത്തുക. അവിടെ കാണുന്നത് വീണ്ടും, ദൈവമേ ഈ വെള്ളത്തിൽ ഏതെങ്കിലും പിശാച് ഒളിച്ചിരിക്കാനായാൽ അതിനെയും വിജയശ്ലൈബായാൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു എന്ന് പറഞ്ഞ. അപ്പോൾ ഓർക്കുക, രാജ്യത്വ കൃപ ലഭിച്ചവൻ എന്ന് പറഞ്ഞാൽ എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും
വിടുതൽ ലഭിച്ചവൻ. മാമോദീസായിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം അതല്ലേ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ, ജന്മപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് മാഞ്ഞുപോകും, കർമ്മപാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകും. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? രാജ്യത്വ കൃപയിലേക്ക് അവനെ ഉയർത്തപ്പെടുക. സത്യത്തിൽ അരാജ്യത്വ കൃപയിൽ ഉയർന്നാൽ ഓർക്കുക, മാമോദീസ കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കയ്യിൽ കിട്ടുന്ന ഒരു കുഞ്ഞെന്ന് പറയുന്നത് അവൻ പരിപൂർണ വിശുദ്ധനാണ്. അതുകൊണ്ട് ആ വിശുദ്ധന്റെ വിശുദ്ധി നാം ഓരോരുത്തരും ചേർന്ന് കളയരുത്. അതുകൊണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നത്, ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമായിരിക്കും. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഓർക്കുക, 3 കൂദാശകളാ ഒന്നിച്ച് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ കുർബാന, പരിശുദ്ധ മൂറോൻ. പ്രത്യേകിച്ച് ആ സഭയുടെ 3 കൂദാശകൾ ഒന്നിച്ച് സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ അവന് ദൈവത്തിന്റെ കൃപ മുഴുവൻ നിറഞ്ഞ് ശക്തിയുള്ളവനായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എല്ലാം ജീവിതത്തില് ഏറെ ഒരുങ്ങണം. കണ്ടോ, മാമോദീസ നടത്തുന്ന പുരോഹിതനും സ്വീകരിക്കുന്ന അർത്ഥിയും എല്ലാം ഒരുങ്ങണം. അതിനുവേണ്ടി ഒരുക്കുന്ന മാതാപിതാക്കളെല്ലാം ഒരുങ്ങണം. ഒരുങ്ങാതെ നാം ഒരു ചടങ്ങിന് വേണ്ടി ഇത് വരുത്തരുത്. ഞാൻ ഓർക്കുക, എന്റെ ജീവിതത്തില് എന്റെ ഗുരുനാഥൻ ഈ ശുശ്രൂഷയെല്ലാം എന്നെ പഠിപ്പിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിന് ജീവിതത്തിൽ ഒരു മാമോദീസയേ ഉള്ളൂ. ഒരു കുഞ്ഞിന് ഒരു ജീവിതത്തിൽ ഒരു മാമോദീസയേ ഉള്ളൂ. പുരോഹിതൻ എന്ന നിലയിൽ നിനക്ക് 10,000 മാമോദീസ നടത്താൻ അഭിഷേകം ലഭിക്കാം. എന്നാൽ ഓരോ കുഞ്ഞിന്റെയും മാമോദീസ നീ ഓർക്കുക, ഇവൻ ഒറ്റ മാമോദീസയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവത്തിന്റെ സ്വന്തമായി രാജ്യത്തെ കൃപയിലേക്ക് ഉയരുന്നത് ഒരേ ഒരു പ്രാവശ്യമാണ്. അപ്പോൾ അത് നീ എന്ത് ചെയ്യണം? യോഗ്യതയോടെ പരികർമ്മം ചെയ്യണം. അതുകൊണ്ട് ശരിക്കും സഹോദരങ്ങളെ, ഞാൻ ഓർക്കുക, ഓരോ മാമോദീസ കഴിയുമ്പോഴും വലിയ ദൈവിക അഭിഷേകം കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും ഞാൻ ഓർക്കുക, ഒരിക്കല് ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിന് ഒരു സുഷിരവുമായിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ വന്നു. ജന്മം കൊണ്ട് ഉടനെയാണ്. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ശരിക്കും ഈ കുഞ്ഞിന്റെ മാമോദീസയോടുകൂടി ഈ കുഞ്ഞിന്റെ രോഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തുമാറ്റും. സംഭവിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. അവന്റെ രോഗങ്ങൾ ആ മാമോദീസയ്ക്ക് ശേഷം പോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് മൂറോൻ അഭിഷേകമെല്ലാം ചെയ്ത് മാമോദീസ നടത്തിയതിനു ശേഷം പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ രോഗക്കെട്ടുകൾ അവന് വിട്ടുമാറി. എനിക്ക് തോന്നുന്നു എത്രയോ അത്ഭുതങ്ങൾ. ഒരു കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു കുഞ്ഞ് മാമോദീസയ്ക്ക് ശേഷം ഞാൻ കണ്ട ഒരു കാഴ്ച, അവനെ തമ്പുരാൻ സുഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് പല വൈകല്യങ്ങൾ പോലും ഈ യോഗ്യതയോടുകൂടി ഈ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ ഓരോരുത്തരിൽ നിന്നും വിട്ടുപോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓർക്കുക, എന്റെ കുഞ്ഞിന്റെ രാജ്യത്വം, എന്റെ കുഞ്ഞിന്റെ രാജ്യത്വ കൃപ ഞാൻ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഞാൻ പറയും, മാമോദീസ മുങ്ങുന്ന ഓരോ കുഞ്ഞിനെ കുറിച്ചും അവരുടെ മാതാപിതാക്കളോട് ഞാൻ പറയും, സാധിക്കുമെങ്കിൽ നീ എല്ലാ വിശുദ്ധ കുർബാനയിലും അവന് വിശുദ്ധ കുർബാന കൊടുക്കണം. അവൻ ക്രിസ്തുവിന്റെ സ്വന്തമാകണം. അവൻ കൃപയുള്ളവനായി മാറണം. അതുകൊണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ഉള്ള കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന കൊടുത്ത് നാം ശക്തീകരിക്കണം. അവർ കൃപയുടെ ലോകത്ത് വളരട്ടെ. ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ ബോധ്യം കൊടുക്കണം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കബറിടത്തിൽ നിന്ന് രാജ്യത്വ കൃപയിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് പരിശുദ്ധ മാമോദീസ. പരിശുദ്ധ സഭ ഓർക്കുക, ക്രിസ്തുവിന്റെ കബറിടത്തിൽ ഇന്നലകളിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എന്റെ പൊന്നുതമ്പുരാൻ, ആ പൊന്നുതമ്പുരാന്റെ കബറിടത്തോടാണ് ഇനി മാമോദിസത്തൊട്ടി ഉപമിക്കുന്നത്. ആ കബറിടത്തിൽ ഞാൻ എന്റെ പഴയ മനുഷ്യനെ തമ്പുരാൻ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് ഒരു പുതിയ ക്രിസ്തുവായി ഞാൻ രൂപാന്തരപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വചനം, ദൈവവചനം ആരുടെ അരികിലേക്ക് കടന്നു പോകുന്നു അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാമോദീസായിലൂടെ ലഭിച്ച അഭിഷേകം നഷ്ടപ്പെടാതെയും നഷ്ടപ്പെടുത്താതെയും നാം സൂക്ഷിക്കണം. അതുകൊണ്ട് മാമോദീസായുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ
നമ്മുടെ കുഞ്ഞിന്റെ രാജ്യത്വ കൃപ നഷ്ടപ്പെടുന്ന ഒരു ആഘോഷമാണ് എങ്കിൽ അത് നാം നടത്തരുത്. നമ്മുടെ ഭവനങ്ങളിൽ മദ്യം വിളമ്പി ദുർഭൂതത്തിന്റെ പിശാചിനെ കയറ്റുന്ന ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നതെങ്കിൽ നാം എന്ത് ചെയ്യരുത്? അതിനുവേണ്ടി ഒരുങ്ങരുത്. രാജ്യത്വ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഒരു രാജാവിനെ അവന്റെ മുമ്പിൽ വെച്ച് നിർഭയനാക്കുന്ന അഥവാ നിഷ്ക്രിയനാക്കുന്ന ഒരു വലിയ സംഗതിയാ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് നാളെ നമുക്കിതിനെക്കുറിച്ച് ചിലപ്പോൾ പശ്ചാത്തപിക്കാൻ പോലും സാധിച്ചില്ലെന്ന് പറയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ മാമോദീസ നടന്ന സമയത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ നടന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നടന്ന ഓരോ ദൈവത്തിന് നിരക്കാത്ത കൂത്തുകളെക്കുറിച്ചും നാം ആഴത്തിൽ പശ്ചാത്തപിക്കണം. ഇന്നെന്റെ കുഞ്ഞിന്റെ കൃപ നഷ്ടപ്പെട്ടത് ഇന്ന് നഷ്ടപ്പെട്ടതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നഷ്ടപ്പെടുത്തിയതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു 9 വയസ്സുള്ളൊരു കുഞ്ഞ. എത്ര പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർഷിക്കുന്നില്ല. അവസാനം ഞാൻ പെട്ടെന്ന് ഈ മാമോദിസയുടെ മേഖലകളെ കുറിച്ചൊക്കെ ചോദിച്ചു. ഉടനെ ആ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ആഘോഷ തിരക്കിനിടയില്, ആഘോഷത്തിന്റെ മൂർധന്യാവസ്ഥയില് ഞാൻ ഈ കൊച്ചിന്റെ നാവേൽ മാമോദിസ കഴിഞ്ഞ അന്ന് തന്നെ മദ്യം തൊട്ടുകൊടുത്തിട്ടുണ്ട്. ഓർക്കുക, രാജ്യത്വ കൃപയിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചൊരുങ്ങിയ ആ കുഞ്ഞിന്റെ നാവേൽ അവന്റെ സ്വന്തം പിതാവ് മാമോദിസയുടെ അന്ന് തന്നെ ശരിക്കും നാവെ മദ്യം തൊട്ടുവിട്ട, അഥവാ അവൻ പരിപൂർണനായും അവിടെ കൃപയില്ലാത്തവനാക്കി തീർത്തു ഈ പിതാവ്. ഞാൻ ഓർക്കുക, ഈ പിതാവ് ഈ മേഖലകളെ കുറിച്ച് പിന്നീട് പശ്ചാത്തപിച്ച് പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ കുഞ്ഞിന്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ആരുടെയും രാജ്യത്വ കൃപ നഷ്ടപ്പെടുത്തുന്നവരായി തീരാൻ നമുക്ക് ഇടയാകാതിരിക്കാം. ഓർക്കുക, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച രാജ്യത്വ കൃപ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. കർത്താവായ യേശുവേ ദൈവമേ, അങ്ങ് ഈ ഭൂമിയിൽ വർഷിച്ച മാമോദീസ എന്ന കൂദാശയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. തമ്പുരാനെ, എനിക്ക് മാമോദീസയിലൂടെ ഈ സഭയിൽ അംഗമാകാൻ ലഭിച്ച അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, അങ്ങ് എനിക്ക് നൽകിയ രാജ്യത്വ കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ എന്റെ രാജ്യത്വ കൃപ, മറ്റൊരുത്തന്റെ രാജ്യത്വ കൃപ നഷ്ടപ്പെടാനോ ഇടയായിട്ടുണ്ടെങ്കിൽ പൊന്നുനാഥ, ഞാനെന്നും നിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. രാജ്യത്വ കൃപയിൽ ഉയരുവാൻ, ലോകത്തെ മുഴുവൻ വിശുദ്ധിയുടെ കൃപയിലേക്ക് നയിക്കുവാൻ ഉള്ള ചൈതന്യവും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ നിങ്ങൾ ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.